ഒരിക്കൽ പ്രയോഗിച്ചാൽ പിന്നെ വീണ്ടെടുക്കാനാകാത്ത വിധം വിനാശം വിതയ്ക്കുന്ന റഷ്യയുടെ വജ്രായുധം. റഷ്യ തയ്യാറെടുത്തിരിക്കുകയാണ്. യുദ്ധം ഒട്ടും അകലെയല്ല. ലോകത്തെ മുഴുവൻ ചുട്ടുചാമ്പലാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള സാത്താൻ 2 പ്രയോഗിക്കാൻ സജ്ജമാകുകയാണ് റഷ്യ. അതിന്റെ സൂചനകൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകി കഴിഞ്ഞു. റഷ്യയുടെ ഒറേഷ്നിക് മിസൈലിനെ കുറിച്ച് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേട്ട കാര്യമാണ്. എന്നാൽ അതിലും വീര്യം കൂടിയ മറ്റൊരു ആയുധത്തിന്റെ പണിപ്പുരയിലായിരുന്നു പുടിനും സംഘവും. ഒറേഷ്നിക്കിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഹാസൽ എന്നാണ്. കേൾക്കുമ്പോൾ എത്ര സുന്ദരമായ പദമാണല്ലേ അത്. പക്ഷേ നമുക്കാർക്കും ചിന്തിക്കാനാകാത്ത വിധം പ്രഹരം ലോകത്തുണ്ടാക്കാൻ സാധിക്കുന്ന ആയുധമാണ് പുത്തിന്റെ കൈവശമുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിപ്പോർട്ടുകൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു പോർവിളിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം നിലവിൽ നാറ്റോ സഖ്യകക്ഷികളും റഷ്യയും തമ്മിലുള്ള നേരിട്ട് നടക്കാൻ പോകുന്ന മഹായുദ്ധത്തിലേക്ക് വഴി തിരിച്ചുവിടുന്ന സംഭവ വികാസങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതൊക്കെ. യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന ഈ ഘട്ടത്തിൽ റഷ്യ ചില്ലറ ആയുധങ്ങളൊന്നുമല്ല ഇതിനോടകം തന്നെ നിർമ്മിക്കുകയും പരീക്ഷണം നടത്തി വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. എന്തു വന്നാലും റഷ്യയുടെ പരമാധികാരം നിലനിർത്താനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഏതറ്റം വരെയും സഞ്ചരിക്കാൻ തയ്യാറാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അത്തരം കാര്യങ്ങളാണ് റഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകളൊക്കെ പറയുന്നത്. പുടിനെ സംബന്ധിച്ച് റഷ്യൻ ജനതയും തന്റെ രാജ്യവും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്ന വലിയ ശക്തിക്കെതിരെ തുടരെ പുതിയ ആയുധ നിർമ്മാണത്തിലേക്ക് റഷ്യ കൂടുതൽ പണം പോലും ചെലവാക്കുന്നത്. പണം മാത്രമല്ല, സാങ്കേതിക വിദ്യയും മാനവ വിഭവശേഷി പോലും ഇതിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ മൂല കാരണം ഏതു നിമിഷം വേണമെങ്കിലും യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിക്കും എന്ന പുടിന്റെ കണക്കുകൂട്ടൽ തന്നെയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് റഷ്യ സാത്താൻ 2 എന്ന തന്റെ പുതിയ ആയുധ പണിപ്പുരയിലേക്ക് കടന്നു ചെന്നത്. സാത്താൻ 2 ഈ ലോകത്തെ ചുട്ടുചാമ്പലാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള റഷ്യയുടെ വജ്രായുധമാണിത്. സാത്താൻ എന്ന് റഷ്യ ഇത്തരം മിസൈലുകളെ വിളിക്കാനുള്ള പ്രഥമ കാരണവും അതിന്റെ പ്രഹരശേഷി ഒന്നു തന്നെയാണ്. സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ഒന്നും തന്നെ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസം ആയാലും മുസ്ലിം മതമായാലും ഒക്കെ തന്നെ സാത്താൻ എന്ന വാക്ക് പൗരാണിക കാലം മുതലേ നമ്മുടെ കൂടെ ഉള്ളതാണ്. ദ ഡെവിൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ലോകം കണ്ട ഏറ്റവും വലിയ സാത്താനെ നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു റഷ്യ. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡിസൈൻ ചെയ്ത കാലഘട്ടം മുതൽ റഷ്യ നൽകിയ പേര് സാത്താൻ എന്നു തന്നെയാണ്. പുതിയ മിസൈൽ സാത്താൻ 2 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വിവരം നമ്മുടെ നാഷണൽ മീഡിയ ആയാലും അതുപോലെ ഇന്റർനാഷണൽ മീഡിയ ആയാലും ഒക്കെ തന്നെ മിസൈലിനെ കുറിച്ച് പറയുമ്പോൾ ആ പേരിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന സ്വഭാവ സവിശേഷത അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആയുധം എന്നാണ് ഇന്റർനാഷണൽ മീഡിയ റഷ്യയുടെ ഈ വജ്രായുധത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഇത് പ്രയോഗിക്കപ്പെട്ടാൽ അതിന്റെ പ്രഹരശേഷിയിൽ നിന്ന് ലോകം കരകയറാൻ ദിവസങ്ങളോളം മാസങ്ങളും വേണമെങ്കിൽ വർഷങ്ങളും എടുത്തേക്കാം. അത്രയും ഭയാനകമാണത്. RS-28 എന്നാണ് നാറ്റോ ഈ ആയുധത്തെ വിളിക്കുന്നത്. റഷ്യയുടെ സ്വന്തം സാത്താനെ. 18,000 കിലോമീറ്ററാണ് ഇതിന്റെ ഓപ്പറേഷൻ റേഞ്ച് വരുന്നത്. ഏത് രാജ്യത്തിന് നേരെയാണ് സാത്താൻ 2 പ്രയോഗിക്കപ്പെടുന്നത് അതിന്റെ പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആ രാജ്യത്തിന് സാധ്യമല്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആയുധക്കരത്തിൽ പ്രബലനായ US ആയാലും കുതിച്ചുയരുന്ന വലിയ സാമ്പത്തിക ശക്തിയായ നമ്മുടെ ഇന്ത്യയായാലും സാമ്പത്തിക ശക്തിയായ ചൈനയായാലും മറ്റ് നാറ്റോ അംഗങ്ങളായ ഫ്രാൻസും ജർമ്മനിയും പോളണ്ടും ഒക്കെ തന്നെ റഷ്യയുടെ ഈ സാത്താൻ 2വിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ന്യൂക്ലിയർ വെപ്പണായിട്ട് ഉപയോഗിക്കാം എന്നതാണ്. ആണവായുധമായിട്ടും ആണവായുധമല്ലാതെയും ഉപയോഗിക്കാൻ സാധിക്കുന്ന റഷ്യയുടെ വജ്രായുധം തന്നെയാണ് സാത്താൻ. കുറച്ചു ദിവസം മുൻപ് പുടിൻ വ്യക്തമായി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാത്താൻ 2 അണിയറയിൽ സജ്ജമാണെന്ന്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു ആണവായുധത്തിന് റഷ്യ തയ്യാറാണെന്ന മുന്നറിയിപ്പായിരുന്നു ഇതിലൂടെ പുടിൻ നടത്തിയത്. കഴിഞ്ഞ കുറേ ദിവസത്തെ അമേരിക്കയുടെ ഇടപെടലും നാറ്റോ സഖ്യത്തിന്റെ തീരുമാനങ്ങളും ഒക്കെ റഷ്യയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ഇത്തരമൊരു ആയുധത്തെക്കുറിച്ച് പറഞ്ഞ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് പുടിൻ ഇതിലൂടെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണെന്ന് തന്നെ പറയേണ്ടി വരും. പുടിൻ ഒന്നും വെറുതെ പറയാറില്ല. പറയുന്നത് മുഴുവൻ നടത്തുന്ന ചരിത്രമാണ് പുടിനുള്ളത്. കുറച്ചു ദിവസം മുൻപാണ് ഉക്രൈന് ബാലിസ്റ്റിക് മിസൈൽ റഷ്യയ്ക്ക് നേരെ പ്രയോഗിക്കാനുള്ള അനുമതി US പ്രസിഡന്റായ ജോ ബൈഡൻ നൽകിയിട്ടുള്ളത്.
ഇത് റഷ്യയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അനുമതി കിട്ടിയതോടെ ഉക്രൈന്റെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ തയ്യാറാവുകയും ചെയ്തതോടെ കൂടുതൽ ആയുധങ്ങൾ നിരത്തി ഉക്രൈനെ ആക്രമിക്കാനുള്ള പദ്ധതി റഷ്യ തയ്യാറാക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഉത്തര കൊറിയയുടെ സൈനികർ വരെ യുദ്ധത്തിലേക്ക് എത്തപ്പെട്ടു. ആണവ നിയമം പോലും തിരുത്തിയെഴുതി ആണവായുധമെടുക്കാൻ റഷ്യ മടി കാണിക്കില്ലെന്ന് പുതിൻ തുറന്നു പറഞ്ഞതോടെ നാറ്റോ സഖ്യത്തിന് യുദ്ധം വല്ലാതെ മണത്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ സജ്ജമാണെന്ന് നാറ്റോയും വ്യക്തമാക്കിയത്. റഷ്യയുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്താണെന്ന് വെച്ചാൽ അമേരിക്ക അടക്കമുള്ള ആണവ രാജ്യങ്ങൾ ഉക്രൈന് ആണവായുധം നൽകുകയാണെങ്കിൽ അത് സഹിക്കാൻ റഷ്യക്കാകില്ല എന്നത് തന്നെയാണ്. പിന്നെ സംഭവിക്കുന്നതിന് ഒന്നും തന്നെ റഷ്യ ഉത്തരവാദിയാകില്ല എന്നാണ് പുതിൻ നൽകുന്ന മുന്നറിയിപ്പ്. സാത്താൻ 2 പുറത്തെടുക്കുന്നതോടെ ഡാൻസ് വിത്ത് ഡെവിൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കുറച്ചു ദിവസം മുൻപാണ് സാത്താൻ 2വിന്റെ പരീക്ഷണം റഷ്യ നടത്തുന്നത്. പക്ഷേ ഏറെ പ്രതീക്ഷയോടെ റഷ്യ നടത്തിയ ആ പരീക്ഷണം പരാജയപ്പെടുകയായിരുന്നു. ഇതോടെ ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യ അപഹാസ്യനായി. ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വെപ്പൺ ഇൻ ദ വേൾഡ് എന്ന ആശയത്തിന് പിന്നാലെയുള്ള റഷ്യയുടെ സ്വപ്നത്തിനേറ്റ അടിയായിരുന്നു ആ പരാജയം കൊണ്ട് ഒന്നും അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായിരുന്നില്ല. എന്താണ് പറ്റിയ തെറ്റ് എന്ന് തിരിച്ചറിയുകയും വേണ്ട മാറ്റങ്ങൾ നടത്തുകയും ചെയ്തു. ഒടുവിൽ സാത്താൻ 2വിനെ വീണ്ടും സജ്ജമാക്കുകയായിരുന്നു റഷ്യ. യുദ്ധം അതിന്റെ പാരമ്യത്തിൽ എത്തുന്ന ഈ ഘട്ടത്തിൽ സാത്താൻ 2വിന്റെ യഥാർത്ഥ ശക്തി ലോകത്തിന് മുഴുവൻ മനസ്സിലാക്കി കൊടുക്കുക എന്ന വിചാരം പുതിന്റെ മനസ്സിലുണ്ടെങ്കിൽ നാറ്റോ സഖ്യകക്ഷികളടക്കം ലോകം ഭയക്കേണ്ടതുണ്ട്. ഡെവിൾ എന്നും സാന്താക്ലോസ് എന്നും ഒക്കെ വേണമെങ്കിൽ നമുക്ക് മിസൈലുകളെ വിളിക്കാവുന്നതാണ്. റഷ്യ സാത്താൻ എന്ന് ഈ മിസൈലിന് പേരിട്ടതുപോലെ തന്നെ. പക്ഷേ ആ പേരിനപ്പുറത്തേക്കുള്ള അതിൻ്റെ സാങ്കേതികത്വമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഇത്തരത്തിൽ മിസൈലുകൾക്ക് പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പേരിനൊപ്പം ഉയരാൻ അത്തരം ആയുധങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്നാൽ റഷ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പേരിനോട് പൂർണ്ണമായും നീതി പുലർത്താൻ സാധിക്കുന്നതാണ് ഈ സാത്താൻ 2 എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെപ്റ്റംബർ 7-നാണ് റഷ്യയിൽ പരീക്ഷണം നടന്നത്. സാറ്റലൈറ്റ് ഇമേജ് ആണ് ഇത് അതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന ഒരു ചിത്രവുമാണ്. ഇതിന്റെ തകർച്ചയുടെ ആഘാതം കുറവാണ് എന്നാണ് പാശ്ചാത്യ ലോകം പറയുന്നത്. പക്ഷേ ഈ പരീക്ഷണം നടന്നത് 2 മാസം മുൻപാണ്. പുതിയ അപ്ഡേഷൻസ് എന്തായാലും റഷ്യ ആയുധത്തിന് നൽകിയിട്ടുണ്ടാകും എന്ന കാര്യം വ്യക്തവുമാണ്. ലോകത്തോട് റഷ്യയുടെ സാത്താൻ 2വിനെ കുറിച്ച് സംസാരിക്കുന്ന പുതിനെ കാണുമ്പോൾ ലോകത്തിന്റെ ഭയം ഇരട്ടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ആത്മവിശ്വാസം തന്നെയാണ് ആ ഭയത്തിന്റെ ഭീകരതയുടെ മൂല കാരണവും. സാത്താൻ 2 തയ്യാറാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് ആണവായുധം നൽകുന്ന പക്ഷം റഷ്യ സാത്താൻ 2വിനെ ഉറപ്പായും പുറത്തെടുക്കും എന്നതാണ് മുന്നറിയിപ്പ്. മാത്രവുമല്ല, ഇത്ര നാളും റഷ്യ ലോകത്തോട് പറയാത്ത അല്ലെങ്കിൽ ലോകമറിയാത്ത നിരവധി ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ പുറത്തെടുക്കാൻ റഷ്യ മടി കാണിച്ചുവെന്നും വരില്ല. പ്രത്യാഘാതം എത്രയാണെന്ന് ഇതുവരെ നിർണയിക്കാത്ത നിരവധി ആയുധങ്ങൾ റഷ്യയുടെ കൈവശമുണ്ട്. അതൊക്കെ എടുക്കാൻ റഷ്യ നിർബന്ധിക്കപ്പെട്ടാൽ ലോകത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്ഥിതി വളരെ മോശമായിരിക്കും. അമേരിക്കയുടെ പ്രസിഡന്റായ ജോ ബൈഡന്റെ വാക്ക് കേട്ട് റഷ്യയെ ഉക്രൈൻ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കാൻ റഷ്യ തയ്യാറല്ലെന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. പുതിൻ റഷ്യയുടെ പരമാധികാരിയാണ്, ലോക നേതാക്കളിൽ ശക്തനായ ഭരണാധികാരിയും. എന്നാൽ ബൈഡനോ? അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പോലും റിട്ടയർമെന്റ് എടുക്കാൻ ഇരിക്കുകയാണ്. ജനുവരിയോടെ വൈറ്റ് ഹൗസിലേക്ക് എത്തുന്ന ട്രംപ് ജോ ബൈഡന്റെ ഭരണകാലത്തെ ചരിത്രമാക്കി മാറ്റും. അത് ഭൂതകാലത്തിലേക്ക് ചെന്നുപെടും. എന്നാൽ പുതിന്റെ സ്ഥിതി മറ്റൊന്നാണ്. റഷ്യ എന്നാൽ പുതിൻ എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ രാജ്യത്തിന് നേരെ വരുന്ന ഏത് അസ്ത്രത്തെയും തടുക്കാൻ തക്ക വജ്രായുധങ്ങൾ അദ്ദേഹത്തിന്റെ ആയുധ ശേഖരത്തിൽ കരുതിയിട്ടുണ്ടാകുമെന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സാത്താൻ 2 പുറത്തെടുക്കാൻ റഷ്യ തയ്യാറാകുമോ? പുതിന്റെ അടുത്ത പദ്ധതി എന്തായിരിക്കും? നാറ്റോ സഖ്യം ഇതോടെ അവസാനിക്കുമോ? ഈ വിഷയങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.